ഇതൊക്കെ ചെയ്യുമ്പോ സൂക്ഷിച്ച് ചെയ്യണ്ടേ? ആരോട് പറയാനമ്മേ? തലയ്ക്ക് വിളിവ് വേണ്ടേ? എന്തോന്നടേ, ഒരു സഹജീവിയെ രക്ഷിക്കാൻ വേണ്ടി മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടുന്നത് തെറ്റാണോ? മൂക്കും കുത്തിയാന്ന് വീണേ ഇങ്ങനെ. ഇതെന്താ കളിയാ? കംപ്ലീറ്റ് മുറിഞ്ഞ് വാരിയിരിക്കണം. ഒരു പൂച്ചക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത് ചാടിയതാണ്. അതെങ്ങനെ ഏട്ടാ? നെറ്റി ഉണ്ടാകുന്ന പൂച്ചക്കുട്ടിയെ രക്ഷപ്പെടുത്തുന്നേ? ഇവനെ വിളിച്ചോണ്ട് പോയാണ്. എടാ നീ ഒരു 10 മിനിറ്റ് ചുമ്മാ ഇരടേ. എന്നിട്ട് അളിയും പറയാളിയാ. ഞാൻ പറയടാ, പുള്ളി ഇങ്ങനെ ആ റോഡിന്റെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം വെറും റോഡല്ല, വളവും തിരിവും ഇല്ലാത്ത ഒരു ഇട റോഡ്. അതിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ ഒരു ചെറിയ ആൾക്കൂട്ടം കണ്ടു. ചെറുതല്ല, ഒരു 19 പേര് കാണും. അപ്പോൾ അവർ ഈ താഴെ ആ തോട്ടിൽ കൂടെ ഒരു പൂച്ചക്കുട്ടി ഒഴുകി പോയിരുന്നു. അവരെല്ലാരും കൂടെ ഒന്നും ചെയ്യാണ്ട് നോക്കി നിൽക്കുകയായിരുന്നത്. അപ്പൊ പുള്ളി അത് കണ്ടു, ഇറങ്ങി അതിനെ രക്ഷിച്ചു. അത്ര ഇങ്ങനെയാടി കഥ പറയണത്. ആൾക്കാരെ മുൻപിനെ നിർത്തണ്ടേ? മതിയാക്കടേ, മതിയാക്ക്. ഇതെന്തോന്നിത്? ഇതെന്തോന്ന് ഇത്ര മാത്രം വിളിച്ചു പോവാൻ? ഇതൊക്കെ എല്ലാവരും ചെയ്യണ കാര്യങ്ങളൊക്കെ തന്നെ. എന്നിട്ട് അവിടെ കൂടിയിരുന്നവരാരും എടുത്ത് ചാടിയില്ല. അവിടെ കൂടിയിരിക്കുന്നവരെ പറ്റി എനിക്കറിയില്ല, പക്ഷെ ഞാനാണെങ്കിൽ എടുത്ത് ചാടുമായിരുന്നു. വീട്ടിലിരുന്ന് അങ്ങനെ പലതും പറയാം. തോട്ടിന്റെ കരയിൽ നിൽക്കുമ്പോ മൂത്രം ഒഴിക്കും. ചുമ്മാ കളിയാ. മാമ അങ്ങനെ ചെയ്യുന്നില്ല. മാമ എന്തൊരു കൊച്ചു കുട്ടിയാ തോട്ടി പോയി മൂത്രം ഒഴിക്കും. പേടിച്ച് മൂത്രം ഒഴിക്കുന്ന കാര്യം പറഞ്ഞാണ്. പൂച്ച രക്ഷപ്പെട്ടിട്ടേ ചേട്ട വലിച്ചായിരുന്നു, വിറ്റായിരുന്നില്ലേ? മീനൊന്നും കിട്ടിയില്ല ചേട്ടാ. മീൻ പൂച്ച നിന്ന്. എണീറ്റ് പോടാ. എല്ലായിടത്തും വലിഞ്ഞു കയറി വന്നോളും പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. വാടാ മക്കളെ, നമുക്ക് പോയേക്കാം. ഹീറോ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഒരുപാട് ഹീറോയിസം കാണിച്ചില്ലേ, നല്ല ക്ഷീണം കാണും. വാ വാ. ഈ പറഞ്ഞൊക്കെ സത്യം ഒന്ന് ആർക്കറിയാം? എനിക്ക് തോന്നേ ഈ വെയിലെല്ലാം കൂടെ കൊണ്ടിട്ടേ ഓടലില്ല കൊക്കൊട്ടിയാണൊക്കെ ഇരുന്നായിരിക്കും. അതിനാ പറയുന്നത് തോട്ടി വീണ്. മതി നടക്ക്. തോട്ടി വീണ് പൂച്ച നക്കി മാന്തി അതിന്. മാറത്തിരോ കിടക്കട്ടെ. ഇങ്ങെടുത്ത് മോളെ. അയ്യോ, ഇവിടെ ഒന്ന് തടവി തരൂ. ഇവിടെ 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 അമ്മ പയ്യെ കഴിഞ്ഞ് വന്നോളും. നമ്മളിവിടെ കളിപ്പിക്കോ? പോയി വല്ല ചെളിയിലും കളിക്കടാ. ഇത് വലിയ ആൾക്കാർ വേറെ ഉറക്കാൻ വേണ്ടി കളിക്കണല്ലേ. അപ്പൊ ചിറ്റപ്പഴോ? എല്ലാവർക്കും അറിയാം എനിക്ക് 6 പാക്ക് അടിച്ച് കളിയടാ. എന്തോ നീ എന്തോന്ന് പറഞ്ഞേ? ഞാൻ വെയിലുകൊണ്ട് കറങ്ങി വീണാണെന്നാ? വായിച്ച് നോക്കടാ അങ്ങോട്ട്. തോട്ടിൽ വീണ പൂച്ചക്കുട്ടിയെ രക്ഷിച്ച് യുവാവ് മാതൃകയായി. യുവാവോ? ഫസ്റ്റ് എടാ, ധീരതയാണ് ഹൈലൈറ്റ്. നല്ല അളിയന്റെ ഫോട്ടോ കാണിക്കണേ. നല്ല പെട്ടിക്കൂട്ടം കാണാൻ നോക്കിയതാ. പെട്ടിക്കൂട്ട്. എറണാകുളം കൂത്തൻപടി അടിയൊഴുക്കുള്ള തോട്ടിൽ വീണ പൂച്ചക്കുട്ടിയെ ജീവൻ പണയം വെച്ച് രക്ഷിച്ച കമ്മൗണ്ടർ ഉത്തമൻ. ഞാൻ മോനെ കേരളത്തിന് മുഴുവൻ മാതൃകയായി. സ്ഥലം EK സൽക്കാരം ശ്രീനിവാസന്റെ പൂച്ചക്കുട്ടിയായ മിന്നുമോളെയാണ് ഉത്തമൻ അതിസാഹസികമായി രക്ഷിച്ചത്. ഈ ധൈര്യത്തിന്റെ രഹസ്യബന്ധത്തെ അന്വേഷിച്ച നാട്ടുകാരോട് എല്ലാ ക്രെഡിറ്റും ഹനുമാൻ സ്ഥാപിക്കുന്നത് രേഖപ്പെടുത്തി. എന്റെ ഒറിജിനലൊക്കെ തന്നെ. ഇതാണക്കളെ തീരെ എനിക്കും കിട്ടിയിട്ടുണ്ട്. നിനക്കപ്പോ കിട്ടി? അമ്മയെടുത്ത് ചോദിച്ചു. എന്താണ്? ബേക്കറിയിൽ മുട്ട പപ്സ് തിന്നുകൊണ്ടിരുന്ന യുവാവ് ഫുഡ് പോയിസൺ അടിച്ച് മരിച്ചുപോയി. എന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. മരിച്ചും പോയാ നീ? മരിച്ചുപോയി. പത്രത്തിലാ? പത്രത്തിൽ മരിച്ചു പോയതാ. ഇതൊരു അച്ചീവ്മെന്റ് തന്നെ അളിയാ. അടിപൊളി അളിയാ. കൊണ്ടുപോയി കാണിക്കുവാനാ. ചിറ്റപ്പന്റെ ഫോട്ടോ പത്രത്തിൽ വരാത്തതിന്റെ അസൂയാണ്. മക്കളോടെ കാണിക്കണം. നമ്മക്ക് അസൂയൊന്നും ഇല്ലടേ. നമ്മുടെ ഫോട്ടോയും വന്നാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഈ ആലോചിക്കാണ് എന്നെ എങ്ങനെ ഞാൻ പുറത്തിറങ്ങി നടക്കും. ഫേമസ് ആയില്ലേ? അങ്ങനെ ഇനിയിപ്പോ ആൾക്കാരൊക്കെ സെൽഫി എടുക്കാനൊക്കെ വരും. സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? അളിയാ ഒന്ന് സമാധാനിപ്പിച്ചേരെ. കളിയാടാ കളി. എനിക്കങ്ങോട്ട് സൂഹിക്കുന്നില്ല അങ്ങോട്ട്. ഞാൻ പറഞ്ഞില്ല എന്റെ ഫോട്ടോയും പത്രത്തിലൊക്കെ വന്നതാ. ഞാൻ ഇങ്ങനെ ചോദിപ്പെടുത്തിയൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. നീ അത് വിട്ടില്ലേ? ഞാൻ വിട്ടില്ല. എനിക്ക് നല്ല ദേഷ്യമുണ്ട്. എന്തിന് അങ്ങനെ ഫോട്ടോ പത്രത്തിൽ വന്നേനാ? പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞ കണക്ക് നീയും
ശ്രീഭൂവിലസ്ഥിരയ സംശയമെന്നു നിന്റെ ഹബോധിയങ്ങു പുനരങ്ങു കിടപ്പതോർത്താൽ ലാളിച്ചു പെറ്റ ലതയൻപൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങൾ വച്ചു. അച്ഛന്റെ ഫോട്ടോ പത്രത്തില് പിന്നെ അച്ഛന്റെ ഫോട്ടോ കാര്യമായിട്ട് പറഞ്ഞത് അമ്മ നോക്ക്. ആഹാ, ഇത് കൊള്ളാമല്ലോ. ഉത്തമന്റെ ഫോട്ടോ ഉണ്ണി കണ്ടോ? അത് വല്ല പിടിച്ചൂറിയ മോഷണം വല്ലതൊക്കെ ആയിരിക്കും. മോളെ ആശേ ഇങ്ങോട്ടെ. ഇനിയിപ്പൊ അച്ഛൻ വാ ഇവിടെ. അച്ഛനെ ടിവിയിലൊക്കെ വിളിക്കായിരിക്കില്ലേ? പിന്നെ ടി വിയിൽ അച്ഛനാണ് പ്രധാനമന്ത്രിയോ? എന്താ മുത്തശ്ശി? ഉത്തമന്റെ ഫോട്ടോ. ആ അച്ഛന്റെ ഫോട്ടോ. നീ നോക്കടി പൈങ്കിളി, മുത്തുണ്ണൻ. കൊള്ളാല്ലേ? ആ, ഇതിന്റെ പേരിലല്ലേ ഇന്നലെ ബഹളമൊക്കെ നടന്നേ? അതിപ്പോ പത്രത്തിലൊക്കെ വരുമെന്ന് ഞാൻ അറിഞ്ഞു. അതിപ്പോ പത്രക്കാർ ഏത് ചവർ കിട്ടിയാലും എടുത്തങ്ങ് പബ്ലിഷ് ചെയ്യും. അതിന് കുശുമ്പെന്ന് പറയും. എടി കുശുമ്പൊന്നുമില്ല, ഇതൊക്കെ എന്തോന്ന് എടി ധീരത എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതാ നിങ്ങളവിടെ പോകുന്നു, ഇവിടെ നിങ്ങൾ ഇതൊക്കെ കേട്ട് വളരണം. ഇവിടെ നിന്ന് അതായത് ഈ കാറ്റത്ത് ഓടിക്കുന്ന വിമാനമുണ്ട്. ഈ കാറ്റത്ത് വിമാനം ഓടിക്കണമെങ്കിൽ ഒരു പ്രത്യേക സ്കില്ല് തന്നെ വേണം. നല്ല കാറ്റുള്ള ഒരു ദിവസം ഈ കാറ്റത്തറിയില്ല വിമാനം ഇങ്ങനെ കണസാകുണസാന്നാണ് പോകുന്നത്. ഏറ്റവും നല്ല സ്കില്ലുള്ള ഒരു പൈലറ്റിന് മാത്രമേ ഈ വിമാനം കാറ്റത്ത് ഓടിച്ച് ബോംബിടാൻ പറ്റൂ. തോന്നിയല്ലോ, അതാണ്. അപ്പൊ ഞാനിങ്ങനെ വളരെ സിമ്പിളായിട്ട് വിമാനം ഓടിച്ചുകൊണ്ടിരിക്കുന്നു, ബോംബിടുന്നു, വെടിവെക്കുന്നു, ബോംബിടുന്നു. പെട്ടെന്ന് എൻ്റെ ഇടതുവശത്തൂടെ വീർ സൂസിങ്ങിന്റെ വിമാനം ഇങ്ങനെ പോകുന്നു, ഒരു ആട്ടം. അപ്പൊ അച്ഛൻ ചെന്ന് അയാളുടെ വിമാനത്തിനെ രക്ഷിച്ചു, അത്രയും ഇനി കഥ പറയുന്നിടത്ത് മേലാ നിന്നെ കണ്ടേക്കരുത്. വാടി പയർ കുക്കറിൽ ഇരുന്ന് കരുതുന്നു. കുക്കർ പൊട്ടി തെറിച്ചാൽ നമ്മളെ രക്ഷിക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല. അല്ല അമ്മേ, എന്നിട്ടേ ഞാൻ ആ വിമാനത്തിനകത്തു നിന്ന് ഇങ്ങനെ അതിസാഹസികമായിട്ട് ബോംബിടുന്നു, വെടിവെക്കുന്നു. അത് ശരി. പെട്ടെന്ന് അതാ വരുന്നു. ഓഹോ. പിന്നെ ഞാനുള്ളോണ്ടല്ലേ അമ്മ അന്ന് നമ്മുടെ രാജ്യത്തെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയത്. അയ്യോ, ഞാൻ മോനാന്നറിയാം. അമ്മയുടെ കുഞ്ഞുണ്ണി അല്ലേ അമ്മേ ഞാൻ? തന്നെ കുഞ്ഞുണ്ണി തന്നെ. പിന്നെ നീ പറയുന്ന എല്ലാം നോണാന്ന് എനിക്കറിയാം. അമ്മ എന്തോ അമ്മയെങ്കിലും ഞാൻ പറഞ്ഞ കഥയെന്ന് വിശ്വസിക്കും. എങ്ങനെയാ വിശ്വസിക്കുന്നത്? ഉള്ളതാണെങ്കിലല്ലേ വിശ്വസിക്കാം. ഓ അമ്മയുടെ ഞാൻ കൂട്ടി. ഇതോട്ട് കളിച്ചു നിങ്ങൾ ഇവിടെ കുറുക്കും കുടിച്ചോണ്ടിരുന്നോ? ആണുങ്ങളുടെ പടമൊക്കെ ഇവിടെ പത്രത്തിൽ വന്നു. ഞാൻ ഇവിടെ എന്റെ ചേട്ടന്റെ പടം. ഈ പത്രത്തിലെ പടം വരിക എന്നൊക്കെ പറഞ്ഞ എന്തൊരു ഗമയാ. എനിക്ക് ആ ഗമ വേണ്ട. പണ്ട് എന്റെ പടവും പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. എന്തിനാ സബ് ജില്ലയില് ഭരതനാട്യത്തിന്. ആ സബ് ജില്ല ഫസ്റ്റ് വാങ്ങിക്കാനൊക്കെ ആർക്കും പറ്റും. ഫസ്റ്റ് വാങ്ങിച്ചതല്ല, അത് വേറൊരു കൊച്ചിന് ഫസ്റ്റ് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അഴിമതി കാണിച്ചു എന്ന്. എന്നിട്ട് ഞാൻ കരഞ്ഞോണ്ട് നിൽക്കുന്ന പടവാ പറഞ്ഞേ. എന്നിട്ട് ഇപ്പൊ അഴിമതി എന്തായി? അത് ഞാൻ തോറ്റേന്റെ ദേഷ്യത്തിന് ചെയ്തല്ലേ. പത്രത്തിലൊക്കെ പടം വന്നാൽ നല്ല രസമായിരിക്കും അല്ലേ? അതിനിപ്പോ ഞാൻ എന്തോ നീ ചേട്ടൻ പൂച്ചേനെ രക്ഷിച്ചാനല്ലേ പടം വന്നേ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മനുഷ്യനെ രക്ഷിക്ക്. അപ്പൊ ടിവിയിൽ വരെ പടം വരുമല്ലോ. എന്നും പറഞ്ഞൊരു മനുഷ്യൻ വെള്ളത്തിൽ വീണവരെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? വീടില്ല, തള്ളിയിടണം. നീ തന്നതാണ് പറഞ്ഞത്, മനുഷ്യന്മാരെ പിടിച്ച് തള്ളിയിടാനാ? അല്ല, ഞാനതൊരു അബദ്ധത്തിന് പറഞ്ഞതാ. അങ്ങനൊന്നും ചെയ്യണ്ട. പക്ഷെ പത്രത്തിൽ പടം വരണം. മുത്തുവാണിന് ഇപ്പൊ ഫോണിന്റെ ബഹളോ ആണോ? മക്കളൊക്കെ മിടുക്കന്മാരാ. എന്റെ അച്ഛന്റെ ധൈര്യമല്ലേ അവർക്ക് കിട്ടിയിരിക്കുന്നത്. എന്റെ അച്ഛന്റെ ധൈര്യം കണ്ണ വഴി ഓടി ചരിത്രമൊക്കെ എനിക്കല്ലേ അറിയാവൂ. ശരി ഓക്കെ എന്താണ്? അതെ ഞാൻ വിളിച്ചോളാം. എന്നാ ഒന്ന് ആലോചിക്കട്ടെ. ശരി എന്നെ ആരാണ് വിളിച്ചതെന്നറിയോ? വനം വകുപ്പ് മന്ത്രിയാണോടാ? മമ്മൂട്ടി എങ്ങനെയാണോ? അല്ല, പിന്നാരാ? ഷിജിൻ. ചൈനയുടെ പ്രസിഡന്റാ? അല്ലടോ, ഇത് മിണ്ടാപ്രാണി ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് ഷിജിൻ മാമച്ചൻ. എന്തെന്നാ ഈ മിണ്ടാപ്പാണി ഫൗണ്ടേഷൻ പറഞ്ഞ എന്തോടാ? അമ്മ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെടുന്ന സംഘടന. കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു രോമം അനങ്ങി അവരറിയും. അപ്പൊ രോമ അനങ്ങില്ലെങ്കിലോ? അമ്മ, ഞാൻ അച്ഛനെ ഏതെങ്കിലും വൃദ്ധസാധനത്തിൽ കൊണ്ടാക്കുവേ. അല്ലെ, പുള്ളി എന്തിനാ വിളിച്ചേന്ന് പറ. കാര്യം പറ. എന്നെ അവരുടെ ഞെട്ടോ നിങ്ങൾ ആരെങ്കിലും? പറയ്. എന്നെ അവരുടെ പ്രസിഡന്റ് ആക്കാൻ. ശരിക്കും? പിന്നെ
പൈസ കിട്ടോ? എന്ത് പറഞ്ഞാലും ഈ പൈസ വയ്ക്കുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് ശരിയല്ല കേട്ടോ. പിന്നെ പണിയെടുത്ത പൈസ ചോദിക്കണ്ടേ? മോശമാണത്. ഇത് അങ്ങനെയുള്ള സംഘടന അല്ലമ്മ. പൈസയൊക്കെ പലയിടങ്ങളിൽ നിന്ന് സംഘടിപ്പിച്ചിട്ട് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇതിനങ്ങനെ ലാഭം നോക്കിയിട്ടൊന്നുമല്ല. പക്ഷെ നിങ്ങളാരും വിഷമിക്കണ്ട, എന്നെ ഫുൾ ടൈം ടിവിയിൽ കണ്ടോണ്ടിരിക്കുക. ശരിക്കും? ശരിക്കും. ഉത്തമൻ അത് പറഞ്ഞു, ഉത്തമൻ ഇത് പറഞ്ഞു, ഉത്തമൻ അത് പതിച്ചു, അങ്ങനെ അതപ്പതിച്ചോ? ഉത്തമൻ അപലപിച്ചു. നീ ആദ്യം പറഞ്ഞതാ കറക്റ്റ്. അമ്മ, എനിക്കിപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ആ സുമേഷിന് കിട്ടിയിരിക്കുന്ന എല്ലാ സ്വഭാവവും ഇതിൽ നിന്നാണ് വന്നത്. കുത്തിത്തിരിപ്പ്, പാരയിപ്പ്, ഏഷണി, കുന്നായ്മ, അങ്ങനെ എല്ലാം. മോനെ, കുത്തിത്തിരിപ്പ് ഏഷണി ഒന്നാടാ. കണ്ട എക്സ്പേർട്ട് എന്റെ പൊന്നെണ്ണ നമിച്ച്. കണ്ടാടി, അച്ഛനെ കയറി അണ്ണാന്നാ വിളിക്കുന്നവൻ. എന്റെ അച്ഛന്റെ ധൈര്യമല്ലേ ആ ഗുണമൊക്കെ അവന് കിട്ടിയത്. നിങ്ങളുടെ കുടുംബക്കാര് നല്ലതാ. പിന്നെ സംശയമുണ്ടോ? എന്താണ് എന്റെ കുടുംബത്തിന് ഒരു കുഴപ്പം? ഞാനൊരുത്തൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോണു കാര്യങ്ങളൊക്കെ.